സരിത ഛർദിയൊക്കെ മാറി കുറച്ച് ഉഷാറായിട്ടാ. മത്തങ്ങ കൊണ്ടൊരു സാധനം കുംഡാഗഡി എന്നാണ്. അത് ഞാൻ ഒരു പഞ്ചിന് വേണ്ടി പറയുന്നതല്ലേ. സാറില്ലേ അമ്മേ പോട്ടെ. ക്രിസ്മസ് പരീക്ഷ ആവുമ്പോഴത്തേക്കും നോക്കിയോ. എന്നോട് പറയുന്നേട്ടാ, എന്റെ മുഖത്തേക്ക് പറയുന്നത് 10 രൂപ കക്കും. അത് ശരിയായി തോന്നുന്നു. ഇത് ടേസ്റ്റ് നോക്കി കഴിയാറായി. ബഹുത്തച്ച വളരെ വളരെ എളുപ്പത്തിലുള്ള ഒരു കൂട്ടാനാണ്. അതായത് അമ്മമാർക്ക് അരയ്ക്കാനാ പൊടിക്കാനാ ഇടിക്കാനാ ഒന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിത ഛർദിയൊക്കെ മാറി കുറച്ച് ഉഷാറായിട്ടാ. ഞാൻ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടെന്ന് ഇരുത്തി വെക്കാണ്. നമുക്ക് ഛത്തീസ്ഗഡിലുള്ള ലീന ചേച്ചി, അത് നമ്മുടെ മലയാളിയാണ്. ആള് കുറേ വർഷങ്ങളായിട്ട് ഛത്തീസ്ഗഡിലാണ് താമസം. ആളൊരു തവണ നമുക്ക് ഒരു പാചകം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങയുടെ ഒരു സൂപ്പർ സാധനം. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനുള്ളത്, കലക്കൻ കൂട്ടാൻ. അതേപോലെ തന്നെ അപ്പം ആള് നമുക്ക് വേറൊരു അയച്ചു തന്നിട്ടുള്ളതാണ് മത്തങ്ങ കൊണ്ടൊരു സാധനം. മത്തങ്ങ, അതിൻ്റെ പേര് ആള് വോയിസിൽ കേൾപ്പിച്ചു തന്നു. കുംഡാഗഡി എന്നാണ് ഞാൻ കേട്ടത് കേട്ടാ. കുംഡാഗഡി. ഇനിയിപ്പോൾ വേറെ പേരെ കുംഡാഗഡി തന്നെ ആയിരിക്കില്ല. എപ്പോഴും പറയണമെന്നില്ല. മത്തങ്ങോടുള്ള ഒരു നമ്മുടെ ചോറൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം. എനിക്ക് ആള് അയച്ചു തന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ സരിതേനെ ഞാൻ പങ്കെടുപ്പിക്കില്ല. മത്തങ്ങയാണ് ഇതിലത്തെ മെയിൻ സാധനം. മത്തങ്ങ കഴുകിയതാണ് നമ്മൾ. അയ്യോ, അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ ഇത് മിളപ്പലകിലേ. അയ്യോ ചേട്ടാ, ഭയങ്കര ശബ്ദം. എൻ്റെ അമ്മ കത്തിക്കായലേറി. അതെ, മത്തങ്ങ മുറിച്ചു. നല്ല മത്തങ്ങ അല്ലേ. ഉള്ളു നല്ല പാകമായിട്ടുള്ള നല്ല മത്തങ്ങ. തൊലി അടക്കാണ് നമ്മൾ എടുത്തോണ്ട് കേട്ടോ. നീ ഒന്നുകിൽ പോയി പഠിക്ക്, അതല്ലെങ്കിൽ നീ ഡ്രസ്സ് മാറിയിട്ട് ഇവിടെ വന്നിക്ക്. നമ്മളേ ഒരു സാധാരണ കഷ്ണങ്ങളാക്കിയാൽ മതി പറഞ്ഞ ഈ മത്തങ്ങ കുരു പിന്നെ അറി സരിത അത് മൂത്തുന്നോന്നുണ്ട്. കുഴിച്ചിടാം നമുക്ക്. ഇത് കളയില്ലേ, തോട് കളയില്ലേ? തോട് കളയണ്ട. ഞാൻ ഒരു വീഡിയോ ഞാൻ വെറുതെ കണ്ടു നോക്കിയിട്ട് അങ്ങനത്തെ വീഡിയോ. അപ്പോൾ മത്തങ്ങര തോട് കളയണില്ലേ അതില്. അപ്പൊ നന്നായി കഴുകണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അടിപൊളിയിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ട് ഇനിയും ഒന്നുകൂടി കഴുകും ഞാൻ വേണമെങ്കിൽ. അപ്പൊ ഏകദേശം ഒരു 400 ഗ്രാം മത്തങ്ങ നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ മത്തങ്ങ കുരുടുത്ത് തിന്നറിയുവാണെങ്കിൽ ചുമയൊക്കെ മാറും. അടിപൊളി കുരുവാണ്. വേണേ ഇതൊന്നോ. അല്ല, എന്നെ പിടിച്ചുകൊണ്ട് നിർത്തിയേക്കാന്ന് പറഞ്ഞ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വന്നല്ലോ. അത് ഞാൻ ഒരു പഞ്ചിന് വേണ്ടി പറയുന്നതല്ലേ. പിടിച്ചു കൊണ്ട് നിർത്തി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ സരിത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം? ആ സരിത വന്നിട്ടുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാണാലോ. നിന്നെ പിടിച്ചു കൊണ്ടു വന്നു പറയുമ്പോഴല്ലേ രസമുള്ളോ. അപ്പോൾ കഷ്ണങ്ങളാക്കി നമുക്ക് ആദ്യം സിമ്പിൾ സാധനം കേട്ടാ. ജഗ്ഗു, ഞാൻ മലയാളം മാത്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ. ഇതിന് ഒട്ടും അറിയാത്തത് അത്. ചേട്ടനാണെങ്കിൽ ഇഷ്ടമായതായിരുന്നു സോഷ്യലായിരുന്നു. അതും അറിയില്ല. ഇംഗ്ലീഷ് ഇഷ്ടല്ലേ? ഇംഗ്ലീഷ് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. പേടിയായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ. ചേട്ടനോ ഇംഗ്ലീഷ് ഇഷ്ടമുണ്ടായിരുന്ന? എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമില്ല. അല്ലേ? അത് പറയുമ്പോ മുഖത്തിറങ്ങി ഇതില് എന്തോ ചേട്ടനോട് തെറ്റി അല്ല ചെയ്ത പോലെ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിനോടൊന്നും ഇഷ്ടമില്ല. പിന്നെ ഏത് വിഷയമായിരുന്നു ഏറ്റവും ഇഷ്ടം? എനിക്ക് മലയാളം ഇഷ്ടം. ഏകദേശം മതി, അറിയില്ല ചേട്ടാ. ഞാനിത് വോയിസും കേട്ടിട്ടില്ല. ആ ചേച്ചി നമ്മള് വയ്യാത്തന്റെ ഇവരറിയാൻ വിളിച്ചതാ, പാവം. അപ്പൊ അതിനെ കൊണ്ട് റെസിപ്പി പറയിപ്പിച്ചു. അല്ല, ഞാൻ പറഞ്ഞേ ഛത്തീസ്ഗഡുകാരെ കുറെ കൂട്ടാനുകളുണ്ടല്ലോ. ഉത്തരേന്ത്യൻ കൂട്ടാനുകളൊക്കെ ഭയങ്കര രസമുണ്ട് കുറേ. അപ്പോ എന്തായാലും അത് ഒരെണ്ണം ആള് മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സുഖവിവരം അറിയാൻ വേണ്ടി വിളിക്കാൻ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു റെസിപ്പിയും കൂടി മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വിളിച്ചാ മതി. ചേട്ടൻ പറയിപ്പിക്കും. അല്ല, അതൊരു രസം. അല്ല ആ ചേച്ചിയുടെ നല്ല റെസിപ്പികളാ, നല്ല ടേസ്റ്റ്. വേറെ ആളുകൾ അയച്ചു തന്നിട്ടുള്ള കുറെ പേരുണ്ട്. അതെ, ഞാനെന്തൊരു അഞ്ജനിയിലേ ആള് മുന്നേ കടച്ചക്ക കൊണ്ട് ഒരു സാധനം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. കടച്ചക്ക കിട്ടുമോ നോക്കണം. ഇത്രയും കഷ്ണങ്ങളാക്കിട്ടാ ഒരു മത്തങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ജഗ്ഗു പോയി തോന്നുന്നു. ജഗ്ഗും തൊട്ടാ കാണിക്കണ അതിനെ.
ഹിപ്നോട്ടൈസ് ചെയ്താ ശാലിനിയാ. ആ 4 കാലം പൊക്കി വെച്ചിട്ട് ഈ കുരു സ്റ്റാച്ചു പോലെ ഇങ്ങോട്ട് പോട്ടെ അല്ലേ? ഏ അല്ല അത് നമുക്ക് ഉപയോഗിക്കാം. കുരു വറുത്ത് തന്നെയാണ്. ചെറിയ ഏട്ടനൊക്കെ ഈ കുരു എടുത്ത് തിന്നാനുണ്ടാ? ചെറുതല്ല ഒന്നും തിന്നും. ഇന്ന് കഴുകാൻ വെറുതെ കഴുകേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ കഴുകാം. അപ്പം മത്തങ്ങ കഷ്ണങ്ങളാക്കി നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൂട്ടാൻ വയ്ക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. പോയി പഠിച്ചറാ നിക്കണോക്ക് ചെക്കൻ ഒരു കൂസലില്ലാണ്ട്. കാക്കൊല്ല പരീക്ഷയാണ്. ഈ പരീക്ഷ നാളെ പരീക്ഷയ്ക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് മൊത്തം നോക്കിയിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം കൂടി നോക്കിയിട്ട് എനിക്ക് തലക്ക് എനിക്ക് ആകെ ടെൻഷനാവാ. സാറില്ല. എന്നിട്ട് അവൻ തന്നെ ആശ്വസിക്കും. സാറില്ല അമ്മേ പോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആകുമ്പോഴത്തേക്കും നോക്കിയോ, അപ്പോഴത്തേക്കും ഞാൻ ശരിയാക്കും. എന്തായാലും ആവട്ടെ. ആര് എവിടെന്ന് നീ പോയിന്ന് പഠിച്ച വേണമെങ്കിൽ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. യെസ്, അതിന്റെ ഇടയിൽ ഒരു വരി പോയി. വരി ഏതാ? കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ ഒരു വരി. അത് നീ ആലോചിച്ചിട്ട് അറിയാവുന്നവർ ഇപ്പൊ ഈ വീഡിയോ കാണുന്നൊരു പറഞ്ഞു തരണ്ടോട്ടെ നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ പാത്രം ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഉപയോഗിക്കാം. ആ ചേച്ചി ലീന ചേച്ചി പറഞ്ഞത് നീ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് കപ്പലണ്ടിന് കടലെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണത്തിന് ടേസ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അയ്യോ നല്ല കാറ്റ്, നല്ല കാറ്റാണ്. അപ്പോൾ ഒലീവ് ഓയിൽ നമ്മൾ കുറച്ച് ഒഴിക്കണം. മതിയല്ലേ? ഇത്ര മതി. വെർജിൻ ഒലിവ് ഓയിൽ നല്ല വിലയുണ്ട് സാധനത്തിന്. ആ അല്ല, എണ്ണ ചൂടാകുമ്പോൾ കടുകാണ് ഇടുന്നത് കേട്ടോ. കടുക് ചൂടായിട്ടില്ല, പൊട്ടിക്കൊണ്ടിരിക്കട്ടെ. കടുക് പൊട്ടുമായിരിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥയില്ലേ, മഴ പോയി, ഇന്നലെ മഴ പോയി, ഇന്ന് മഴയില്ല. ഇപ്പോൾ നല്ല മനോഹരമായ കാറ്റാണ്. നമ്മളെ തഴുകിക്കൊണ്ട് പോവാണ്. നമ്മളെ ഇവിടെ കിടന്നു കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് ബെസ്റ്റ് കാറ്റ്. ഇതേണ്ട ചാല് നോക്കിയേ, ഇവിടെ കിടന്ന് ഉറങ്ങണം നോക്കിയേ. ഭക്ഷണം കഴിഞ്ഞല്ലോ, ചോറ് കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങണം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കണം. ടക്ക് 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 ടക്ക്. പുകയുണ്ടല്ലോ, കരിയുണ്ടാവും തോന്നുന്നു. കടുക് കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂട്ടാ. കടുക് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു ജീരകം, നല്ല ജീരകം കേട്ടോ. അത് ജീരകം ഇത്തിരി കൂടുതൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ടില്ല, ഒരു 1.25 ടീസ്പൂണിൻ്റെ അടുത്ത് കുഞ്ഞ് ടീസ്പൂൺ കേട്ടോ. അതിട്ടു. കരുതിക്ക് ജീരകത്തിന് മണം ഇഷ്ടമില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉത്തരേന്ത്യൻ കൂട്ടാനുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒന്ന് കേട്ടോ, ജീരകം പൊട്ടി മൂത്തുടങ്ങിയിട്ട് നോക്കിയേ. ഇതൊരു അപ്പോൾ എനിക്ക് വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിലരിഞ്ഞത് ഇട്ടു കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിലരിഞ്ഞിരുന്നു. കുറച്ച് കേട്ടോ. ആ നീ വേപ്പിലിരുന്നു കേട്ടോ. എനിക്ക് വേപ്പിലിന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ വറ്റൽ മുളകില്ലേ, ഉണക്കമുളക്, അതൊരു 3-4 ഇടണു. അത് ഭംഗിയില്ലേ ചെറുതാ. മുളകൊന്ന് മൂക്കട്ടെ. ഇത് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മത്തങ്ങ ഇടണം കേട്ടോ. ആഹാ, നല്ല ഒരു സാധനം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ കേട്ടോ. ശരിക്കും നോർത്ത് ഇന്ത്യക്കാർക്ക് എന്തോരല്ലേ പച്ചക്കറിയുടെ അതന്നെ റെസിപ്പികള്. നമുക്ക് കുറച്ച് കുഞ്ഞു സാധനങ്ങളുണ്ട്. കുറച്ച് കുത്തിക്കാച്ചലും, കുറച്ച് പച്ചരച്ച് വെക്കലും, കുറച്ച് ഉപ്പേരി വെക്കലും, അവില്, സാമ്പാറ്, അതന്നെ. കുറച്ച് സാധനം കൂട്ടുകറിയിലൊക്കെ ഒരു മണം വരുന്ന പോലെ ജീരകം കടുകും. ഞാനിവിടെ പാചകം ചെയ്യുമ്പോൾ സരിത പറഞ്ഞു ഇവിടെ ഒരു കോഴിമുട്ട ഒരു സാധനം ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഉന്മേഷമില്ല. അതല്ലേ ശരി? അല്ല, ഇത് ഉച്ചക്കിലേക്ക് ചോറിലേക്ക് ആക്കാന്ന് പറഞ്ഞപ്പോഴേ ഇത് കൂട്ടിയിട്ട് ചോറിനാൻ ഒരു സൈഡ് ഡിഷും പോലെ മുട്ട കൊണ്ടൊരു മുട്ട മസാല ഞാൻ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് വട്ടായി ഉണ്ടാക്കണം. ജഗ്ഗൊരു സ്കൂളിലേക്ക് കൊടുത്തയച്ചിട്ട്
ക്ലാസ്സിൽ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത് റെസിപ്പി ചോദിച്ചു കുട്ടികൾ. അപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ ചാനലിൽ വരും, അപ്പോൾ പറഞ്ഞുതരാം, അപ്പോൾ അത് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അത്ര. അങ്ങനെ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ആ സാധനം ഒക്കെ കൊത്തിപ്പൊരിച്ചിട്ടുണ്ടാക്കണതേ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്, അത് കൂട്ടി ചോറിനാനും പറ്റും, നല്ല രസമാണ്. അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇത് അതും ഇതും കൂടി കൂട്ടി കുഴക്കണ്ടെന്ന് തോന്നി. അപ്പോൾ നോക്കിയേ, ഇത് ഒരു സ്വല്പം ഒരു 2-3 മിനിറ്റ് ഇറങ്ങിയിട്ട് വിട്ടാ. ഇനി നമുക്ക് ഇരിക്കി ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടി ഇട്ടാ. മഞ്ഞൾപ്പൊടി ഇടണു, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഒരു ഇത്രക്കിട്ടാൽ മതി. മുളക് പൊടി എരിവില്ല, ഇളക്കിയേക്കോ. ഇനി ഇതിലേക്ക് ഉപ്പ് ഇടണം കേട്ടോ. വെള്ളം ഒഴിക്കൂ? വെള്ളം ഒഴിക്കില്ല, ഈ ആവിമ എന്തോളും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സാധനം. ഇനി നമുക്കിത് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. ചെറിയ തീര് സിമ്മിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ, നീ ഇങ്ങനെ നിന്നിട്ട് ആടണ്ട. അവിടെ കുറച്ച് നേരം ഇരുന്നോ, റെസ്റ്റ് ചെയ്തോ, ഇരുന്നോ? ഇരിക്കാം, ഇരുന്നു. സമാധാനമായിട്ട് ഇരുന്നു ഇവിടെ. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. അല്ലേ ഇപ്പം അവിടെ നിൽക്കുമ്പോൾ സമാധാനം കേട്. കയ്യും കാലും കഴിക്കണ്ടല്ലോ വെറുതെ. ഓണത്തിൻ്റെ ടൈമിലേ സാധാരണ ഗതിയിൽ നമുക്ക് പ്രൊമോഷൻ്റെ വീഡിയോകളൊക്കെ കുറേ വരും കേട്ടോ. എന്താ പറയുന്നത്? അല്ല, പ്രൊമോഷൻ്റെ വീഡിയോ വരുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ എപ്പോഴും പ്രൊമോഷൻ ചെയ്യേണ്ടി വല്ലപ്പോഴാണ് ചെയ്യുന്നത്. അല്ല, നമ്മള് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്, നല്ലതെന്ന് നമുക്ക് ഉറപ്പുള്ളവര്. ആരാണ്? കേളിയരിൻ്റെ ആരോ അവരിൻ്റെ. അപ്പോ അവരൊക്കെ ഓണായിട്ട് അവർ ഓരോ ഓഫറുകളൊക്കെ ഇപ്പൊ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ മ്യൂബലിന്റെ അങ്ങനെയൊക്കെ ഓരോ ഓഫറുകൾ ഉണ്ടാവുമ്പോൾ അത് ആളുകളെ അറിയിക്കാൻ അവർക്കൊരു പരസ്യം ചെയ്യണമല്ലോ. അപ്പൊ അവര് നമ്മളെ അറിയിക്കും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ എന്തെങ്കിലും ഓഫറുകളൊക്കെ ഉണ്ടാവുമ്പോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് പഠിക്കും. ആള് എന്തിനാണ് വന്നിട്ടുള്ളതാണ്, നമ്മുടെ അടുത്തുള്ള ഒരു പരിചയമുള്ള ആളാണ്. ആള് വന്നിട്ട് സാധാരണ പോലെ എൻ്റെ അടുത്ത് എന്തൊരു കാര്യത്തിനാണ് വന്നിട്ട് ഇവിടെ ബെഞ്ചിമ്മ വന്നിരുന്ന് വർത്താനം പറയണേ. സബ്സ്ക്രൈബർ അല്ല, നമ്മുടെ അടുത്തുള്ള ആളാണ്, ഇവിടെ അടുത്തുള്ളത്. ആള് വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സാധാരണ ലോക കാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ആ വീഡിയോകളൊക്കെ നല്ല വീഡിയോകളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈയിടെയായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ഇത്തിരി കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രൊമോഷൻ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, നമ്മൾ വല്ലപ്പോഴും. കഴിഞ്ഞ ഓണത്തിന്റെ സമയത്താണോ? ക്രിസ്മസിന്റെ ടൈമിലല്ല, ഓണത്തിന്റെ ടൈമിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണ പോലെ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നു. അല്ല, ഈയിടെയായിട്ട് നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനമല്ലേ, ചിലവർക്ക് ഭയങ്കര, എന്നോട് പറയുന്നത് കേട്ടാ, എൻ്റെ മുഖത്തേക്ക് പറയുന്നത്, ചിലവർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 10 രൂപ കക്കും. അല്ല, 10 രൂപ വെക്കും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, അത് പറയാൻ മറന്നു. 10 രൂപ വെക്കും. ഇത് എപ്പോഴുണ്ടായതാ? ഞാൻ ഉണ്ടായിരുന്നില്ല കൂടെ. ഈ അകത്ത് എവിടെ അടുക്കള പണിയില്ല, അങ്ങനെ എന്തുകൊണ്ട് പറയുന്നത് 10 രൂപ വെക്കും. അപ്പോൾ അത് ആരും കണ്ടുപിടിക്കില്ല. അപ്പോൾ ആൾക്ക് ധൈര്യം കൂടി. അപ്പോൾ അടുത്ത് വെക്കുമ്പോൾ 100 രൂപ വെക്കും, അപ്പഴും പിടിക്കില്ല. പിന്നെ അത് 1000 രൂപ, പിന്നെ അത് 10,000 രൂപ. പിടിക്കപ്പെടാണ്ടിരിക്കും തോറും നമുക്ക് ധൈര്യം കൂടില്ലോ. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല, ഇയാളിത് എന്തൊരു താങ്ക് നമ്മുടെ അടുത്ത് പറയുന്നത് കക്കണ കാര്യം പറയണത്. അപ്പൊ ഞാനൊന്നുമില്ല, ഞാനിങ്ങനെ അന്തപ്പെട്ടിട്ട് നമ്മളിപ്പോ വരുന്ന ആളുകളെ നമ്മൾ മുഷിപ്പിക്കാനും അല്ലെങ്കിൽ അവരോട് നമ്മൾ തർക്കിക്കാനും കാണുന്ന പരിപാടി ഇല്ല. അയാളത് അങ്ങനെ പറഞ്ഞു അതായത് നിങ്ങൾ ചെയ്യണത് ഭയങ്കര തെറ്റാണെന്ന്, നമ്മൾക്ക് ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യണത് മോഷ്ടിക്കണേന് തുല്യമാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ അത് ചേട്ടൻ എടുത്ത് ചോദിക്കായിരുന്നില്ലേ? അയ്യേ, അപ്പൊ തന്നെ ഞാനപ്പോ എവിടെയായിരുന്നു തേങ്ങ. എന്നിട്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പറഞ്ഞ് അവസാനം പോയി. അത് നടക്കട്ടെ. അപ്പൊ ഞാനിവിടെ ഇരുന്നൂടെ? അല്ല, നീ ഇങ്ങോട്ട് വന്നോ? അല്ല, കയ്യും കാലം കിടക്കേണ്ട എന്നോട് ഇവിടെ ഇരുന്നു എന്നല്ല പറഞ്ഞേ. നീ വന്ന് ഇളക്കണത് കണ്ടോ? വേണമെങ്കിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സാധനം ഇളക്കണത് കാണണമെങ്കിൽ യോഗം വേണം. യോഗം വേണം, യോഗം. എന്തൊരു ഭംഗി. അത് ഉടയാൻ പാടില്ല കേട്ടാ. ഒന്ന് അധികം വെള്ളം ഇറങ്ങിയില്ലേ ഉപ്പിട്ടപ്പോഴേ. നല്ല ഭംഗിയില്ലേ? വേവണം, വെന്ത് കഴിഞ്ഞിട്ടാ ബാക്കി പരിപാടി. തോട് കളയാത്ത കൊണ്ട് അത്ര ഭംഗി. ആ മഞ്ഞയും പച്ചയും കോമ്പിനേഷൻ എന്തുകൊണ്ട് ചെയ്തേനെ? അങ്ങനെ അയാളത് പറഞ്ഞു പോയി. കുറെ നേരം താൻ പറഞ്ഞു വിടുന്നിട്ട്
ഈ കാര്യം പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ കാര്യം അപ്പൊ പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ചേട്ടൻ എന്റെ അടുത്ത് അപ്പൻ അത് വന്ന് പറഞ്ഞേനെ. ഇത്ര നാളായിട്ട് ചേട്ടൻ ഇത് മറന്നിട്ടില്ല. അല്ല അതിന് എന്നോട് പറഞ്ഞിട്ട് ഞാനത് മറന്നതാണോ? എനിക്ക് അറിയാണ്ടിരിക്കില്ലല്ലോ എന്നോട്. എനിക്കത് മനസ്സിലായില്ല. ഞാൻ വായും പൊളിച്ചിരിക്കുക അങ്ങനെ. നമ്മളിപ്പോ ആളുകളോട് ദേഷ്യപ്പെട്ട് വർത്താനം പറയാൻ എന്തിന് ദേഷ്യപ്പെടണ്ട, നോർമലായിട്ട് തന്നെ സംസാരിച്ചാ മതി. ഞാനിപ്പോ സ്വന്തം അനുഭവമാണോ ചേട്ടൻ പറയണേ? ചേട്ടൻ ഇലക്ട്രിസിറ്റിയിലല്ല ജോലി ചെയ്യുന്നത്. അപ്പൊ ആദ്യം 10 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ 100 രൂപ വാങ്ങിച്ചിട്ടുണ്ടാവും, പിന്നെ 1000 വാങ്ങിച്ചിട്ടുണ്ടാവും, പിന്നെ കൂടുതൽ വാങ്ങിച്ചോ പിടിച്ചിട്ടുണ്ടാവില്ലേ ചോദിക്കാം. സ്വന്തം അവരവരങ്ങനെയാന്ന് ചോദിച്ചിട്ട് എല്ലാവരും അങ്ങനെയാന്ന് വിചാരിക്കല്ല ചേട്ടാന്ന് പറയാം. വാ സിനിമ കാണിച്ചു തരാം. വരും വരും. വാ ഇപ്പൊ ഞാൻ പോവും, ഇങ്ങോട്ട് വന്നാ രണ്ടുപേരും. വാ കേട്ടാ. ഇമ്രാൻ ചോറിൻ്റെ അവിടെ നിന്ന് ദേ വേണോ വേണ്ടെന്നുള്ള ലെവലിൽ ദേ അവിടെ നിന്ന് വരുന്നു. ഇമ്രാനെ ഞാൻ പിടി എന്ന് പറഞ്ഞിട്ട് നീ ഒന്നും കേട്ടില്ല. ശരി മുതലാളി എന്ന് പറയും. നമുക്കൊന്ന് കളിക്കോ കേട്ടാ. ഞാൻ വെറുതെ വിളിച്ചതാ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വെന്തുണ്ടോ നോക്കാട്ടോ. ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് വേവ് കയറിയിട്ടുണ്ടോ നോക്കാം. അല്ല തൈരല്ല, മത്തങ്ങ വേവിലേക്ക് കടന്നു തുടങ്ങി. ആഹാ നല്ല രസം, നല്ല രസം തരുതാ. നല്ല രസം ഉണ്ടാവട്ടെ. നല്ല രസമുള്ളതുകൊണ്ടല്ല ചേച്ചി പറഞ്ഞേ റെസിപ്പി. അത് ശരിയായി തോന്നുന്നു. ഇത് ടേസ്റ്റ് നോക്കി കഴിയാറായി. ഈ മത്തങ്ങയില്ലേ ഇത് ഇങ്ങനെ എടുത്തത് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തതിന് ഭയങ്കര ടേസ്റ്റ്. അപ്പം ഞാനിത് തുറക്കണം കേട്ടാ. ഇനി ഇതിനെ നല്ല മത്തങ്ങ ഉടഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ തോലില്ലേ, തോല് കളയുമ്പോൾ തുടയും തോന്നുന്നു. തോലുമ്പോൾ പിടുത്തുണ്ടാവില്ല. ഇനി അടുത്ത് ചെയ്യാൻ പോണത് തൈരാണ്. ഇതിലേക്ക് ചേർക്കാൻ പോകട്ടോ. നല്ല കട്ട തൈര് ഇത് ചേർക്കാൻ പറഞ്ഞു. ഭയങ്കര പുളിയുള്ള തൈര് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് തൈര് ചേർക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർക്കാട്ടാ. ഇളക്കണു. അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. ഇത് ജഗു തൈര് തന്നെ. തൈര് ചേർത്തിട്ട് നോക്ക് കാണാൻ നല്ല ഭംഗിയില്ല തരുതേ. ഇവിടെ തൈര് ചേർക്കാൻ തോന്നും. ഒരു പൊട്ട് ഉപ്പൊക്കെ നോക്കട്ടെ. ഒരു പൊട്ട് ഉപ്പ് നോക്കട്ടെ. ഒരു പൊട്ട് ഉപ്പല്ല, ഒരു സ്വല്പം കയ്യിൽ നോക്കിയിട്ട്. ബഹുത്തച്ച. നീ ഇതുവരെ കഴിക്കാത്തൊരു കൂട്ടാനത്. ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും ചേട്ടനും കഴിച്ചിട്ടില്ലല്ലോ ഇതുവരെ. അല്ല ഞാൻ നീ കഴിച്ചിട്ടുണ്ടാ? ഒരു പൊട്ട് തൈര് കഴിച്ചോട്ടെ. പുളിയുണ്ടാ? ആവശ്യത്തിന് പുള്ളോ കേട്ടോ. ഒന്ന് ഇനി തിളയ്ക്കണം ചെറുതായിട്ട്. തിളച്ചു. അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പോണത് 2 സാധനങ്ങൾ കൂടി ചേർക്കണം. കസൂരി മേത്തിയില്ലേ, അതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടിട്. ഇതിങ്ങനെ ആക്കിയിട്ടിട്. ഇത്രയ്ക്ക് മതി ഒരു പേരിന്. ഇങ്ങനെ അരച്ചിട്ടിട്. ഇതാട്ടാ കസൂരി മേത്തി ഇടണം. പിന്നെ ഇടേണ്ടത് ഉലുവയില, മല്ലിയില. അല്ല കസൂരി മേത്തി. മല്ലിയില ഇടുന്നു കേട്ടാ. കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാട്ടാ. കഴിഞ്ഞു പരിപാടി. സരിതാ പ്ലേറ്റിലേക്ക് തിരിച്ച് ചോറ് എടുത്തോണേ. ഈ പ്ലേറ്റിൽ വേറെ പ്ലേറ്റിൽ എടുത്താ പോരെ? പറയുക. ജഗു തൈര് കൂടി പിടയ്ക്കുക. അങ്ങനെ നമ്മുടെ കുംഡാഗഡി ലീന ചേച്ചി പറഞ്ഞിട്ടുള്ള ഛത്തീസ്ഗഡും ലീനയും കൂടിയിട്ട് ചീന ചേച്ചി എന്നായി. അതിനല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലീന ചേച്ചി ക്ഷമിക്കണേട്ടാ. അപ്പോൾ ആളിപ്പോൾ ഈ പേരക്കുട്ടീനെയും കളിപ്പിച്ചിരിക്കുകയായിരിക്കും ഛത്തീസ്ഗഡിൽ. ആളെപ്പോഴും പറയും ആളെ കുട്ടീനെ കളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതെ കൂട്ടാൻ കൂട്ടിയിട്ട് ചോറിനാൻ പോണു കേട്ടോ. അപ്പം ഞാൻ കൂട്ടാടുക്കാണ്. കുംട്ടാഗഡി. മത്തങ്ങാന അങ്ങനെയാവോ പറയാ? കുംട്ടായ മത്തങ്ങ. ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കട്ടെ ഇതിൽ. അല്ല ഇതിൽ ഉപ്പ് നോക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പാത്രാട്ടാ. ചൂടുണ്ട്.
മഴ വരുന്നു ചേട്ടാ. കഴിച്ചോട്ടെ. ഇങ്ങോട്ട് വായോ. അതെ അയ്യോ നിന്നല്ലേ വിളിച്ചടാ. അതെ അയ്യോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ പക്ഷെ ചാർലി പാവം വന്ന് എന്റെ അടുത്ത്. വേറെ കൂട്ടാനൊന്നും വേണ്ട ചോറിനാൻ. ഏ വേറെ കൂട്ടാനൊന്നും വേണ്ട ചോറിനാൻ. ആ മത്തങ്ങേരെ തൊലി കടിക്കില്ലേ, ഉപ്പ് കറക്റ്റാ. ആ സമയത്ത് മാത്രമേ മുറുക്കുണ്ട്. മത്തങ്ങേരെ തൊലി കളയാൻ പാടില്ല. ഭയങ്കര ടേസ്റ്റ് കൂട്ടാൻ. വളരെ 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 എളുപ്പത്തിലുള്ള ഒരു കൂട്ടാനാണ്. ഭയങ്കര സിമ്പിള്. അതായത് അമ്മമാർക്ക് അരയ്ക്കാനാ പൊടിക്കാനാ ഇടിക്കാനാ ഒന്നും വേണ്ട. ഒരു കറണ്ട് ചെലവില്ല, ഗ്യാസിന്റെ ചെലവ് മാത്രം. കറണ്ട് ചെലവാ? ആ മിക്സിയിലൊന്നും അരയ്ക്കാൻ നിൽക്കണ്ടാന്ന്. ഒന്നും വേണ്ടത്, വാരി വാരി അടിക്കാൻ. ചോറ് എന്തൊരു ചെലവ് എന്ന് പറയുന്നത് ഒലീവ് ഓയിൽ. അല്ല ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലാണ് അവർ ചെയ്യാറുന്നല്ലേ പറഞ്ഞ ചേച്ചി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ വെജിറ്റേറിയൻ കൂട്ടാനുകളിൽ ഈ മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. 5-10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം അല്ലേ? ഈസിയായിട്ട്. അടപ്പത്ത് വെച്ച് കഴിഞ്ഞാലേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. വേണ്ട നിങ്ങൾ ഈ ചോറ് കൂട്ടിയിരുന്നില്ല. ആ ചോറ് ഞങ്ങൾ ഉണ്ടതാ അല്ല ഇങ്ങോട്ടൊന്നേ ഈ ചോറ് കൂട്ടിയിട്ട് ഉരുള കഴിച്ചിരിക്കുക. അപ്പോഴാ ടേസ്റ്റ് മനസ്സിലാവില്ല. പ്രതിക ജഗു വന്നേ, രണ്ടുപേർക്കും തരാം. ചോറിൽ ഉപ്പ് ഇല്ലല്ലോ. ഉപ്പിൻ്റെ ആവശ്യമില്ല. ഉപ്പിലേക്ക് ഉപ്പുണ്ടെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും. ഈ ഒരു ഉരുള കഴിച്ചിരിക്കുക. ഉണ്ണി ജഗു കൊണ്ടുവന്നേ, എന്നിട്ട് പറയൂ അതിൻ്റെ സ്ഥലത്ത് ചോറിനെ പറ്റിയതല്ലേ? നമ്മുടെ ചോറിനെ പറ്റിയതാ. ജഗ് പറയും. നല്ല രസമുണ്ട്. എരിവും പുളിയും ഒക്കെ ഉണ്ട്. ജീരകത്തിന്റെ കുത്തൂലിയ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞോട്ടെ. കട്ടി തൈര് വേണം കേട്ടോ, പറഞ്ഞ പോലെ. അല്ലെ വെള്ളം പോലെയും കൂട്ടാ. വെള്ളം പോലെയാവും. നല്ല കട്ടി തൈര്. ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയുള്ള തൈര്, വല്ലാണ്ട് പുളിയില്ലാത്ത തൈര്. അപ്പൊ നമ്മള് വാങ്ങിക്കുന്ന തൈരില്ലേ പാക്കറ്റ്, നല്ല ഈ ചെപ്പിലുള്ളത്, അതാകുമ്പോ മത്തങ്ങയും പയറേലും ശരി പോലെ ഉണ്ട്. അതില് മത്തങ്ങയുണ്ട്. ആ കൂട്ടാല് പുളി ഉണ്ടാവില്ല. ജീരകത്തിന്റെ ഒരു ഇതുണ്ട്. കണ്ടാ ജഗു ഒക്കെ കഴിക്കാത്ത ജഗുവിനൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമില്ല. അപ്പം നമ്മള് ലീന ചേച്ചിയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാണ്. നിങ്ങൾ ഈ കുമ്ട്ടകടി ധൈര്യമായിട്ട് ഉണ്ടാക്കി പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിലുള്ളൊരു പണിയാണ് കൂട്ടാൻ. ചോറ് മലയാളത്തിൽ വേറെ വല്ല പേരാക്കേണ്ടി വരുന്നു മാത്രല്ലേ. അപ്പം നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.